ഇത്രയും നേരം നമ്മൾ ആൽഗകളുടെ ജനറൽ ഫീച്ചേഴ്സ് പറഞ്ഞു, റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു, ദെൻ അതിൻ്റെ യൂസസ് ഒക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ ടൈപ്സിലേക്ക് പോകാം. ദ ആൽഗി ആർ ഡിവൈഡഡ് ഇൻ ടു 3 മെയിൻ ക്ലാസ്സസ്: ക്ലോറോഫൈസിയെ, ഫയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. അപ്പോൾ നമുക്ക് ആദ്യം അതിൽ ക്ലോറോഫൈസിയെ എന്താണെന്നുള്ളത് പഠിക്കാം. ക്ലോറോഫൈസിയെ, ലെറ്റ്സ് റീഡ്. ദ മെമ്പേഴ്സ് ഓഫ് ക്ലോറോഫൈസിയെ ആർ കോമൺലി കോൾഡ് ഗ്രീൻ ആൽഗി. ആ പേര് തന്നെ ഉണ്ടല്ലോ, ക്ലോറോഫൈസിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലോറോ എന്നുള്ളൊരു വാക്ക് കിട്ടും. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഗ്രീൻ എന്നാണ്. അപ്പോൾ നമുക്ക് ആ ഗ്രീൻ ആൽഗേസിൻ്റെ പേരാണ് ക്ലോറോഫൈസിയ എന്നുള്ളത്. അവിടെ നിന്ന് ക്ലിക്ക് ആവണം കേട്ടോ. ക്ലോറോഫൈസിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം, ഗ്രീൻ ആൽഗേസിനെയാണ് ക്ലോറോഫൈസിയ എന്ന് വിളിക്കുന്നത്. അതായത് കോമൺലി ഗ്രീൻ ആൽഗകൾ എന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള പേരാണ് ക്ലോറോഫൈസിയ. ദ പ്ലാന്റ് ബോഡി മേ ബി യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്. ഇപ്പോൾ 3 ഫോമിൽ ഇത് കാണുന്നു. യൂണിസെല്ലുലാർ ഫോമുണ്ട്, കൊളോണിയൽ ഉണ്ട്, ഫിലമെൻറ്റസ് ഫോമും ഉണ്ട്. ദേ ആർ യൂഷ്വലി ഗ്രാസ് ഗ്രീൻ ഡ്യൂ ടു ദ ഡോമിനൻസ് ഓഫ് പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എ ആൻഡ് ബി. ക്ലോറോഫിൽ എ ആൻഡ് ബി ഈസ് പ്രസൻറ്റ് ഇൻ ദം. അതിൻ്റെ ഡോമിനൻസ് ഉള്ളതുകൊണ്ട് ഇത് ഗ്രാസ് ഗ്രീൻ കളറിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേരെന്ത് വന്നേക്കുന്നത്, ഗ്രീൻ ആൽഗെ എന്ന പേര് വന്നേക്കുന്നത്. The pigments are localized in definite chloroplast. അതായത് ഈ ആൽഗകളുടെ പാലസിൽ ഡെഫിനിറ്റ് ക്ലോറോപ്ലാസ്റ്റുകളിനകത്താണ് ഈ പിഗ്മെൻറ്റ്സ് ആയിട്ടുള്ള ഈ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ എയും ബിയും കാണപ്പെടുന്നത്. ദി ക്ലോറോപ്ലാസ്റ്റ് മേ ബി ഡിസ്കോയിഡ്, പ്ലേറ്റ് ലൈക്ക്, റെറ്റിക്കുലേറ്റ്, കസ്പ് ഷേപ്ഡ്, സ്പൈറൽ ഓർ റിബൺ ഷേപ്ഡ് ഇൻ ഡിഫറെൻറ്റ് സ്പീഷീസ്. Most of the members have one or more storage bodies called pyrenoids located in the chloroplast. Pyrenoids contain protein besides starch. Some algae may store food in the form of oil droplets. അപ്പോൾ ഗ്രീൻ ആൽഗയിൽ ക്ലോറോഫിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അതെവിടെ? ക്ലോറോപ്ലാസ്റ്റിനകത്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞേക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പുകളാണ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പുകൾ എങ്ങനെയൊക്കെ കാണപ്പെടാം? ഡിസ്കോയിഡ് ഷേപ്പിൽ കാണപ്പെടാം, പ്ലേറ്റ് ലൈക്ക്, റെറ്റിക്കുലേറ്റ്, കപ്പ് ഷേപ്ഡ്, സ്പൈറൽ ഓർ റിബൺ ഷേപ്ഡ്. അങ്ങനെ പല സ്പീഷീസിലും പല ഷേപ്പിൽ ഈ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടാം. ക്ലോറോപ്ലാസ്റ്റിലാണ് ആര് ലോക്കലൈസ് ചെയ്തിരിക്കുന്നത്? ക്ലോറോഫിൽ പിഗ്മെൻറ്റ് കാണപ്പെടുന്നത്. ഒരു ഗ്രീൻ ആൽഗ ആയിട്ടുള്ള ക്ലാമിഡോമോണാസിൻ്റെ പടം ഞാനിവിടെ വരയ്ക്കാം. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ബോഡി കാണാം. ഇത് യൂണിസെല്ലുലാർ ആണ് ക്ലാമിഡോമോണാസ്. അപ്പം യൂണിസെല്ലുലാർ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂക്ലിയസ് ആണ് ഞാൻ ആ ബ്ലൂ കളറിൽ വരച്ചേക്കുന്നത്. ദെൻ ഞാനൊരു ക്ലോറോപ്ലാസ്റ്റ് വരയ്ക്കാൻ നോക്കിയാണ്. ഇതിപ്പോൾ ഒരു കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ആണ്. ദെൻ പൈരനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് തന്നെ ചെറിയ പൈരനോയിഡുകൾ കാണപ്പെടും. ഈ പൈരനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ദേ കണ്ടെയ്ൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സ്റ്റോറേജ് ബോഡീസ് ആണ്. അതായത് മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഹാവ് വൺ ഓർ മോർ സ്റ്റോറേജ് ബോഡീസ് കോൾഡ് പൈരനോയിഡ്സ് ലൊക്കേറ്റഡ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ക്ലോറോപ്ലാസ്റ്റിനകത്ത് ക്ലാമിഡോമോണാസിനുള്ള ഒരു പൈരനോയിഡാണ് ഞാനിവിടെ റെഡ് കളറിൽ വരച്ചേക്കുന്നത്. ഓക്കെ. ആൻഡ് പൈരനോയിഡ്സ് കണ്ടെയ്ൻ പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച്. എന്തൊക്കെ ക്ലോറോപ്ലാസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, അതിനകത്താണ് ക്ലോറോഫിൽ ഉള്ളതെന്ന് പറഞ്ഞു. ചില ക്ലോറോപ്ലാസ്റ്റിനകത്ത് പൈരനോയിഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ കാണാമെന്നും അത് പ്രോട്ടീൻ റിച്ച് ആണെന്നും അത് സ്റ്റോറേജ് ബോഡിയാണ് കേട്ടോ പൈരനോയിഡ്സ് എന്ന് പറയാം. സം ആൽഗെ മേ സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്. ചില ആൽഗകൾ ഓയിൽ ഡ്രോപ്ലെറ്റ് ആയിട്ടും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും. ഇവിടെ ഇപ്പം പ്രോട്ടീനാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. ഗ്രീൻ ആൽഗെ യൂഷ്വലി ഹാവ് എ റിജിഡ് സെൽ വോൾ മെയ്ഡ് ഓഫ് ആൻ ഇന്നർ ലെയർ ഓഫ് സെല്ലുലോസ് ആൻഡ് ആൻ ഔട്ടർ ലെയർ ഓഫ് പെക്ടോസ്. സോ ഗ്രീൻ ആൽഗയുടെ സെൽ വോൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇന്നർ ലെയറിൽ സെല്ലുലോസും ഔട്ടർ ലെയറായിട്ട് നമുക്ക് പെക്ടോസും കാണപ്പെടാം. ഇന്നർ ലെയറായിട്ട് ഇതിപ്പോൾ സെല്ലുലോസ് ലെയർ ആണെങ്കിൽ ഔട്ടർ ലെയറായിട്ട് നമുക്ക് പെക്ടോസിൻ്റെ ഒരു ഔട്ടർ ലെയറും കാണാം. അതാണ് ക്ലോറോഫൈസിയയുടെ അഥവാ ഗ്രീൻ ആൽഗകളുടെ സെൽ വോൾ. ഒരു റിജിഡ് ആയിട്ടുള്ള സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും അതുപോലെ പെക്ടോസും ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ആൽഗകളിലെ ജനറലായിട്ടുള്ള റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ് എല്ലാം പറഞ്ഞു. ഇനി ഗ്രീൻ ആൽഗ അഥവാ ക്ലോറോഫൈസിയൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ യൂഷ്വലി ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ഓർ ബൈ ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പോർ. ഓക്കെ, നമ്മൾ നേരത്തെ ആൽഗകളുടെ ജനറലായിട്ടുള്ള റീപ്രൊഡക്ഷൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകതകളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ക്ലോറോഫൈസി അഥവാ ഗ്രീൻ ആൽഗയുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. Vegetative reproduction usually takes place by fragmentation or by formation of different types of spores. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഒന്നെങ്കിൽ സ്പോർ ഉണ്ടാകാം അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയായിരിക്കും.
നമ്മൾ നേരത്തെ പറഞ്ഞു ആൽഗകൾ മൊത്തത്തിൽ നമ്മൾ ക്യാരക്ടർ ചെയ്യുമ്പം കൂടുതലും ഫ്രാഗ്മെന്റേഷൻ ആണ്. അപ്പോൾ ഓരോ ഫ്രാഗ്മെന്റും ഓരോരോ പുതിയ താലസ് ആയിട്ട് വളരും. അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർസ് വഴി. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാ? Asexual reproduction is by flagellated zoospores produced in zoosporangia. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷനോ അല്ലെങ്കിൽ സ്പോറുകൾ വഴിയോ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള സൂസ്പോർസ് വഴിയാണ്. ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സൂസ്പൊറാൻജിയ. അതായത് സൂസ്പോർസ് ഉണ്ടാകുന്ന ആ സ്ട്രക്ചറിനെയാണ് സൂസ്പൊറാൻജിയ എന്ന് പറഞ്ഞേക്കുന്നത്. ആ സ്ട്രക്ചറിനകത്തുണ്ടാകുന്ന സൂസ്പോർസ് ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള സൂസ്പോർസ് വഴിയാണ് സൂസ്പോർസ് ചെന്നിട്ട് എന്ത് കിട്ടും? ജെർമിനേറ്റ് ചെയ്ത് പുതിയ താലസ് ഉണ്ടാകും. അങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനോ? ഇറ്റ് ഷോസ് കൺസിഡറബിൾ വേരിയേഷൻ ഇൻ ദ ടൈപ്പ് ആൻഡ് ഫോർമേഷൻ ഓഫ് സെക്സ് സെൽസ് ആൻഡ് ഇറ്റ് മേ ബി ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ് ഓർ ഊഗാമസ്. ഈ 3 ടൈപ്പ് ഉണ്ട്. ഐസോഗ്യാമസ് എന്ന് പറയുമ്പോൾ 2 ഗമീറ്റും സെയിം സൈസ് ആയിരിക്കും. ഫ്ലജലേറ്റഡും ആകാം, നോൺ ഫ്ലജലേറ്റഡും ആകാം, രണ്ടും സെയിം ആയിരിക്കും. അനൈസോഗ്യാമസ് ആകുമ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതും, അല്ല ഒന്ന് ഫ്ലജലേറ്റഡ് ഒന്ന് നോൺ ഫ്ലജലേറ്റഡ്, അങ്ങനെ. ഊഗാമസിലാണ് നമ്മൾ പറഞ്ഞത് എന്താ? വൺ വിൽ ബി ലാർജ് ആൻഡ് സ്റ്റാറ്റിക്, അതർ വിൽ ബി സ്മോളർ ആൻഡ് ഈസ് മൊട്ടൈൽ. ഓക്കെ. സം കോമൺലി ഫൗണ്ട് ഗ്രീൻ ആൽഗേസ് ആർ. അപ്പം ഗ്രീൻ ആൽഗകളുടെ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലാമിഡോമോണാസ്, അതാണ് ഞാൻ മുമ്പേ വരച്ച സ്ട്രക്ചർ ഇല്ലേ, അത് ക്ലാമിഡോമോണാസ് ആയിരുന്നു, അത് യൂണിസെല്ലുലാർ ആണേ. പിന്നെ നമ്മൾ വോൾവോക്സ് കണ്ടിരുന്നു, അത് കൊളോണിയൽ ആയിട്ടാണ് വോൾവോക്സ്. ഉളോത്രിക്സ് എന്ന് പറയുന്നത് ഫിലമെൻ്റസ് ഫോമിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. പിന്നെ സ്പൈറോഗൈറ ആൻഡ് ചാര, ഇതിൻ്റെ എല്ലാം ഫിഗേഴ്സ് കിടപ്പുണ്ട്. നമുക്ക് ആ ഫിഗറിലേക്ക് പോകാം. ക്ലാമിഡോമോണാസ്, വോൾവോക്സ്, ഉളോത്രിക്സ് ഒക്കെ ഇതേ ഇപ്പോൾ നോക്കിയാൽ മതി. ഗ്രീൻ ആൽഗയുടെ എക്സാമ്പിളായിട്ട് വോൾവോക്സും ഉളോത്രിക്സിൻ്റെ പടമാണ് ഈ ചാപ്റ്ററിൽ കിടക്കുന്നത്, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക. ഈ NCERT കൊടുത്തിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം നോക്കുക. ഇപ്പോൾ ഗ്രീൻ ആൽഗയുടെ എക്സാമ്പിളായിട്ട് വോൾവോക്സ് ആൻഡ് ഉളോത്രിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. വോൾവോക്സ് ആണ്, അതൊരു കൊളോണിയൽ ഫോമാണ്, നമ്മൾ നേരത്തെ കണ്ടു. ആൻഡ് ഇത് ഉളോത്രിക്സ് ആണ്, ഫിലമെൻ്റസ് ഫോം. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോകാം. രണ്ടാമത്തെ ടൈപ്പ് ആയിട്ടുള്ള ഫയോഫൈസിയെ അഥവാ ബ്രൗൺ ആൽഗെ. ദ മെമ്പേഴ്സ് ഓഫ് ഫയോഫൈസിയെ ഓർ ബ്രൗൺ ആൽഗെ ആർ ഫൗണ്ട് പ്രൈമർലി ഇൻ മറൈൻ ഹാബിറ്ററ്റ്സ്. അപ്പം ഫയോഫൈസി എന്നതിൻ്റെ വേറൊരു പേരാണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ബ്രൗൺ ആൽഗെ. നമ്മൾ ഗ്രീൻ ആൽഗേസ് കണ്ടു, ക്ലോറോഫൈസിയെ അഥവാ ഗ്രീൻ ആൽഗെ. നമ്മളിപ്പോൾ അടുത്ത് കണ്ടത് ഫയോഫൈസിയാണ്, അത് ബ്രൗൺ ആൽഗെ എന്ന് പറയും. ഇത് കൂടുതലും കാണപ്പെടുന്ന എവിടെയാണ്? മറൈൻ ഹാബിറ്ററ്റ്സിലാണ്. ഓക്കെ, ഹാബിറ്ററ്റ്സ് ഓർത്ത് വെക്കുക. ദേ ഷോ ഗ്രേറ്റ് വേരിയേഷൻ ഇൻ സൈസ് ആൻഡ് ഫോം. ഓക്കെ, സൈസും ഫോമും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ദേ റേഞ്ച് ഫ്രം സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫിലമെൻ്റസ് ഫോംസ് ലൈക്ക് എക്ടോകാർപ്പസ് to profusely branched forms such as kelp which may reach a height of 100 meters. നമ്മൾ ഓൾറെഡി ജനറലായിട്ട് ഫീച്ചേഴ്സ് പറഞ്ഞപ്പം ഒരു ആൽഗകളെല്ലാം തന്നെ വ്യത്യാസപ്പെടും സൈസിലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ കെൽപ്പിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, മാസീവായിട്ടുള്ള മറൈൻ പ്ലാന്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. 100 meters വരെ ഹൈറ്റിലേക്ക് ദിസ് കെൽപ്പ് ക്യാൻ ഗ്രോ. ദേ പൊസസ് ക്ലോറോഫിൽ A, C, കെറോട്ടിനോയിഡ്സ് ആൻഡ് സാന്തോഫിൽ. നമ്മൾ ക്ലോറോഫിൽ A ആൻഡ് B ആയിരുന്നു ക്ലോറോഫൈസിയയിൽ കണ്ടതെങ്കിൽ വ്യത്യാസം വന്ന കണ്ടോ? ഫയോഫൈസിയയിൽ വന്ന ഡിഫറൻസ് കണ്ടോ? ഫയോഫൈസിയയിൽ ക്ലോറോഫിൽ Aയും Cയും കെറോട്ടിനോയിഡ്സും സാന്തോഫിലുമാണ് കാണപ്പെടുന്നത്. നമ്മൾ ഡിഫറൻസ് ആയിട്ട് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഡിഫറൻസ് ആയിട്ട് തന്നെ പഠിക്കുക, അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. ക്ലോറോഫൈസിയയിൽ പച്ച കളറാണെന്ന് പറഞ്ഞു, നമ്മൾ ഗ്രാസ് ഗ്രീൻ കളറാണെന്ന് നമ്മൾ പറഞ്ഞു കണ്ടില്ലേ ദേ ഇവിടെ. അതേപോലെ ഇവിടെ ഫയോഫൈസിയൽ ഏത് കളറാണ്? ബ്രൗൺ കളർ, ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ആയിരിക്കും. അപ്പം ഈ പല ബ്രൗണിൻ്റെ ഷെയ്ഡുകൾ വരാനുള്ള കാരണമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാന്തോഫില്ല് പിഗ്മെൻറ്റും ഫ്യൂക്കോസാൻറ്റിൻ പിഗ്മെൻറ്റും. ഈ 2 പിഗ്മെൻറ്റിൻ്റെയും അളവ് പോലെയായിരിക്കും ഫയോഫൈസിയയുടെ കളറ് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത വായിക്കാം. ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് മേ ബി ഇൻ ദ ഫോം ഓഫ് ലാമിനാരിൻ ഓർ മാനിറ്റോൾ. ഓക്കെ, ലാമിനാരിൻ ഓർ മാനിറ്റോൾ എന്ന ഫോമിലായിരിക്കും. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുക. ലാമിനാരിൻ ഓർ മാനിറ്റോൾ എന്നൊരു ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രൗൺ ആൽഗയിലെ സ്റ്റോറേജ് ഫോം ഓഫ് ഫുഡ് എന്ന് പറയുന്നത് ലാമിനാരിൻ ഓർ മാനിറ്റോൾ ആയിരിക്കും. The vegetative cells have a cellulosic cell wall usually covered on the outside by a gelatinous coating of algae. അപ്പോൾ നമ്മുടെ
ഈ ബ്രൗൺ ആൽഗകളുടെ സെല്ലുലോസിക് സെൽ വോൾ എടുത്തു കഴിയുമ്പോൾ അതിന് പുറത്തായിട്ട്, ഇപ്പോൾ സെൽ വോൾ ആണെന്ന് അതിന് പുറത്തായിട്ട് ഒരു ജെലാറ്റിനസ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് കാണും. അതിനെയാണ് ആൽജിൻ എന്ന് വിളിക്കുന്നത്. ALGIN, ആൽജിൻ. ഓക്കെ. And the protoplast contains, in addition to plastids, a centrally located vacuole and nucleus. ഇതിൻ്റെ ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, സെൻട്രലി ലൊക്കേറ്റഡ് വാക്യൂൾസ് ഉണ്ട്, ന്യൂക്ലിയസും കാണാം. Okay, the plant body is usually attached to the substratum by a hold fast and has a stalk, the stipe, and the leaf-like photosynthetic organ called frond. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് എവിടെ കാണാമെന്നറിയാമോ? നമ്മൾ മുമ്പേ ഒരു പിക്ചർ കാണിച്ചായിരുന്നു, അതിൽ കാണാൻ പറ്റും. നമുക്ക് നോക്കാം. കണ്ടോ? അതെവിടെ പറ്റി പിടിച്ച് വളരുന്നോ ആ ഭാഗത്തിനെ ഹോൾഡ് ഫാസ്റ്റ് എന്ന് വിളിക്കുന്നു. കണ്ടോ? പിന്നെ അതിൻ്റെ ഒരു സ്റ്റെം ലൈക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് പോലത്തെ ഒരു സ്റ്റോക്ക് അഥവാ സ്റ്റെം ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് സ്റ്റൈപ്പ് എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റെം അല്ല, അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവരുടെ ബോഡി. പിന്നെ ഫ്രോണ്ട് എന്ന ഈ ഭാഗമാണ് പിന്നെ വരുന്നത്. കണ്ടോ? ഈ പടത്തിലും സ്റ്റൈപ്പും ഫ്രോണ്ടും ഒക്കെ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. ഇതെല്ലാം ബ്രൗൺ ആൽഗയാണ്. ഒന്നാമത്തേത് ലാമിനാരിയ ആണ്. കണ്ടോ? ഈ ഒന്നാമത്തെ പടം കാണിച്ചിരിക്കുന്ന ലാമിനാരിയ ആണ്. രണ്ടാമത്തെ പടം എന്ന് പറഞ്ഞാൽ ഫ്യൂക്കസ് ആണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡിക്റ്റിയോട്ട. നമുക്ക് ലാമിനാരിയുടെ പിക്ചറിൽ ഹോൾഡ് ഫാസ്റ്റും സ്റ്റൈപ്പും ഫ്രോണ്ടും ഒക്കെ നല്ല ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടോ? മനസ്സിലായോ? ആ പിക്ചറും എക്സാമ്പിളും എല്ലാം നല്ലതായിട്ട് പഠിച്ചു വെക്കുക. പിക്ചർ കണ്ടാൽ അതാണെന്ന് പറയാനും ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ. Asexual reproduction in most of the brown algae is biflagellate zoospores that are pear-shaped and have two unequal laterally attached flagella. അപ്പോൾ പിയർ ഷേപ്ഡ് ആയിട്ടായിരിക്കും ഇതിൽ സൂസ്പോസ് വരുന്നത്, ബൈഫ്ലജല്ലേറ്റും. അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു? ഫ്രാഗ്മെൻറ്റേഷൻ ആണെന്ന് പറഞ്ഞു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് എങ്ങനെ? ബൈഫ്ലജല്ലേറ്റ് ആയിട്ടുള്ള സൂസ്പോസ് വഴി. ആ സൂസ്പോർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പിയർ ഷേപ്ഡും രണ്ട് അൺഈക്വൽ ലാറ്ററലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫ്ലജല്ലയും കാണുമെന്ന് പറഞ്ഞത്. അത് പ്ലാൻ ബോഡി അല്ല, സൂസ്പോസിൻ്റെ പ്രത്യേകതയാണ്. പ്ലാൻ ബോഡിയുടെ പ്രത്യേകത എന്താണ്? ഹോൾഡ് ഫാസ്റ്റും സ്റ്റൈപ്പും ഫ്രോണ്ടും ഉണ്ടായിരുന്നു. I hope you all understood. Next we can go to the next paragraph. In that we will study the sexual reproduction. Sexual reproduction may be isogamous, anisogamous or oogamous. Union of gametes may take place in water or within the oogonium. Okay, it can take place in water അല്ലെങ്കിൽ എവിടാണ്? ഊഗോണിയത്തിലും ആകാം. oogamous species ആണെങ്കിൽ ഊഗോണിയത്തിനകത്തും union of gametes നടക്കും. The gametes are pyriform, that is pear shaped, and bear two laterally attached flagella. Gametes are pyriform, that is pear shaped, and bear two laterally attached flagella. നമ്മൾ സൂസ്പോസ് പറഞ്ഞപ്പോഴും അതിനും ലാറ്ററലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫ്ലജല്ല ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ two laterally attached flagellated gametes. They are in pyriform shape. Okay, that is pear shape. And also in asexual reproduction it is by biflagellated zoospores. Zoospores is also biflagellated, and also the gametes in sexual reproduction also biflagellated. Okay, and here comes the example that are ectocarpus, dictyota, laminaria, sargassum and fucus. Okay, the figure we have already discussed. നമ്മളിപ്പം ക്ലോറോഫൈസിയെയും ഫയോഫൈസിയെയും പറഞ്ഞു, അതായത് ഗ്രീൻ ആൽഗയും ബ്രൗൺ ആൽഗയും. ഇനി അടുത്ത ടൈപ്പാണ് എന്ത്? റോഡോഫൈസിയ. ഓക്കെ. The members of Rhodophyceae are commonly called red algae because of the predominance of the red pigment R phycoerythrin in their body. ഇപ്പോൾ റെഡ് ആൽഗെ പറഞ്ഞു, അതിന് കാരണമായിട്ടുള്ള R phycoerythrin എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ആണ് റെഡ് കളർ കൊടുക്കുന്നതെന്നും പറഞ്ഞു. Majority of the red algae are marine and greater concentrations found in warmer areas. കുറച്ച് വാം വാട്ടറുള്ള മറൈൻ ഏരിയാസിലാണ് കൂടുതലും ഈ റെഡ് ആൽഗെ കാണുന്നത്. They occur in both well-lighted regions close to the surface of water and also at great depths in oceans where relatively little light penetrates. So we said that it is mostly marine and it is seen in warmer areas of sea, and it is seen in both well-lighted and also in deeper areas. Well-lighted means it can be seen in
it grows in the surface of water, okay, and also it can be seen deep into the ocean, that where there is relatively little light penetrates. And the red thalli of most of the red algae are multicellular. Some of them have complex body organization. മൾട്ടിസെല്ലുലാർ ആണെന്ന് പറഞ്ഞു, അപ്പം കൂടുതൽ സെൽസ് ഉണ്ട്, അപ്പം കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡി ഓർഗനൈസേഷനും ഈ റെഡ് ആൽഗയുടെ ഒരു പ്രത്യേകതയാണ്. ദ ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് വിച്ച് ഈസ് വെരി സിമിലർ ടു amylopectin and glycogen in structure. Pectin and glycogen, they are sugars, and this Floridian starch, which is the storage form in Rhodophyceae, is similar to this amylopectin and glycogen in structure. The red algae usually reproduce vegetatively by fragmentation. Vegetative reproduction is by fragmentation. They reproduce asexually by non-motile spores and sexually by non-motile gametes. Sexual reproduction is by oogamous and accompanied by complex post-fertilization developments. Here sexual reproduction is only by oogamous method, and also it has a special character like post-fertilization developments also present. And the common members of this group are Polysiphonia, Porphyra, and that is given in the picture we can see, Gracilaria and Gelidium. നമ്മൾ ഈ പേര് എവിടെയോ കേട്ടല്ലോ അല്ലേ, ഗ്രാസിലേരിയം ജെലീഡിയവും എവിടെയായിരുന്നു എന്ന് ഓർക്കുന്നോ? ആൽഗയുടെ യൂസസ് പറഞ്ഞപ്പോൾ ജെലീഡിയം ഗ്രാസിലേരിയം ദേ ഇവിടെ വന്ന കണ്ടോ? ഡു യു റിമെമ്പർ that agar is produced from this Gelidium and Gracilaria, which is used to grow microbes and also ice creams and jellies. Okay, മറക്കല്ലേ. പിക്ചർ കണ്ടില്ലല്ലോ റൊഡോഫൈസിയയുടെ, ഇതിലെ കണ്ടോ മൂന്നാമത്തെ റെഡ് ആൽഗി അഥവാ റൊഡോഫൈസിയയുടെ പിക്ചർ എന്തൊക്കെയാണ് കിടക്കുന്നേ? പോർഫൈറ ആൻഡ് പോളിസൈഫോണിയ കണ്ടോ. പോളിഫൈസോണിയ ഒരു പ്ലാന്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പൊക്കെ വന്നില്ലേ, പക്ഷേ ഷേപ്പൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം ഏറ്റവും ലോവർ ആയിട്ട് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്താണ് അടുത്തടുത്തെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ പോർഫൈറ, യു ക്യാൻ സീ ദ ഫ്രോണ്ട് ഇൻ ദിസ് പോർഫൈറ and you can see the main axis and also branches in this polysiphonia. Okay, table, it is very important. നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെച്ച് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് പോർഷനാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്, അതായത് നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ആൽഗെ സബ് ഡിവിഷനായിട്ടുള്ള ക്രിപ്റ്റോഗാമെ ആൻഡ് ഫെനിറോഗാമെ. അതിൽ ക്രിപ്റ്റോഗാമെ സീഡ് ഇല്ലാത്ത പ്ലാന്റ്സ്, ആ ക്രിപ്റ്റോഗാമയിലുള്ള ആൽഗേസ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ പിക്ചറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോക്കി പഠിക്കണം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് പഠിക്കാം? ബ്രയോഫൈറ്റ്സ് എന്താണെന്ന് പഠിക്കാം. ഈ ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്, ടേബിളും നന്നായി പഠിക്കുക. ടേബിളായിട്ട് നമുക്കിത് പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബ്രയോഫൈറ്റ്സ് പഠിക്കാം. ആൽഗേസ് എല്ലാവരും നല്ല തറമാക്കുക. ഓക്കെ, ബൈ.